ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 10-ാം വാക്യം. ഈശോയിൽ കുറ്റം ആരോപിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ അവനോട് ചോദിച്ചു. ഈ ചോദിക്കുന്നവരുടെ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായിട്ട് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലെ. ഈശോയിൽ കുറ്റം ആരോപിക്കണം. സ്നേഹമുള്ളവരെ, ഇതേ സ്വഭാവം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലും കടന്നു വരുന്നുണ്ട് അല്ലെ. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾ ചോദിക്കുന്നത് മറ്റുള്ളവരില് കുറ്റം ആരോപിക്കാനായിട്ട്. മറ്റൊരുവൻ നന്മ ചെയ്യുമ്പോഴും അവന്റെ നന്മ കാണാതെ അവന്റെ ജീവിതത്തിലെ കുറവുകൾ കണ്ടെത്തി മറ്റുള്ളവരോട് കൊട്ടിഘോഷിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെയൊക്കെ ജീവിതത്തില് ഇഷ്ടം പോലെ ഉണ്ട്. എപ്പോഴാണ് അവരുടെ ജീവിതത്തിലെ കുറവുകളിലേക്ക് മാത്രം നമ്മൾ നോക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, എനിക്ക് അവനെ ഇഷ്ടമില്ല. നമ്മൾ സ്നേഹിക്കാത്ത ഒരു വ്യക്തി ഒരു നന്മ ചെയ്യുമ്പോഴും ആ നന്മ കാണാതെ അവന്റെ ജീവിതത്തിലെ കുറവുകളിലേക്ക് മാത്രം നോക്കി ആ കുറവുകൾ മറ്റുള്ളവരോട് പറയാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. മറിച്ച് നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അവന്റെ ജീവിതത്തില് കുറവുകൾ സംഭവിച്ചാൽ നമ്മൾ എന്നാ എടുക്കും? ആ കുറവുകള് നമ്മൾ ക്ഷമിക്കും അല്ലെ. നമ്മൾ അറിയാതെ പറ്റിയതായിരിക്കാം. കാരണം എന്താ? എനിക്ക് അവരെ ഇഷ്ടമാണ്. നമ്മൾ സ്നേഹിക്കുന്നവരെ കുറവ് ചെയ്താല് ആ കുറവുകള് ഒരിക്കലും മറ്റുള്ളവരോട് കൊട്ടിഘോഷിക്കാനായിട്ടോ അവരെ മറ്റുള്ളവരുടെ മുൻപിൽ ചെറുതാക്കാനായിട്ടോ അത് പരിശ്രമിക്കുന്നില്ല. മറിച്ച് നമ്മൾ സ്നേഹിക്കാത്തവരുടെ ജീവിതത്തില് 100 നന്മ ചെയ്താലും അതിൽ ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് മാത്രം മറ്റുള്ളവരോട് പറയുന്ന വ്യക്തികളായിട്ട് മാറുകയാണ്. കുറ്റം ആരോപിക്കണം, കാരണം ഇഷ്ടമില്ല. ഈശോയോട് ചോദ്യം ചോദിച്ചവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഈശോയിൽ കുറ്റമാണ്. കാരണം ഈശോയെ ഇഷ്ടമില്ല. നമ്മുടെ ജീവിതത്തില് എല്ലാവരെയും സ്നേഹിച്ചാല് ഈ കുറ്റം പറയുന്ന, കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ഇന്ന് പോകത്തുള്ളൂ. സ്നേഹിക്കാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതത്തില് നമ്മളിങ്ങനെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. അവരെത്ര നന്മ ചെയ്താലും അതൊന്നും നമുക്ക് സന്തോഷത്തിൽ കാണുമ്പോൾ, മറിച്ച് അവൻ നന്മ ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും അവനെ ഒന്ന് തകർക്കണം, അവനെ ഒന്ന് ചെറുതാക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ അവനെ അപമാനിക്കണം എന്നുള്ള ചിന്തയോടുകൂടി കുറ്റങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നെട്ടോട്ടം ഓടുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആരുടെയും കുറ്റങ്ങളിലേക്ക് നോക്കാതെ നന്മകളിലേക്ക് നോക്കുവാനായിട്ട്, എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട്, എല്ലാവരുടെയും നന്മകള് മറ്റുള്ളവരോട് പറയുവാനായിട്ട്, കുറവുകൾ കാണാതെ കടന്നു പോകുവാനായിട്ട്, ഈശോയെ പോലെ എല്ലാവർക്കും നന്മ ചെയ്യുവാനായിട്ട്, നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.